സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. വാക്കുകൊണ്ടെല്ലാം സൗഹൃദമാണെന്ന് പറയലല്ല, പ്രവൃത്തിയിൽ സൗഹൃദമാണെന്ന് തോന്നൽ കച്ചവട സ്ഥാപനങ്ങളും നടത്തുന്നവർക്കുണ്ടാവണമെന്ന് AP അനിൽകുമാർ MLA. ചുമട്ടുകൂലി വർധനവ് കാരണം വണ്ടൂരിൽ അടച്ചുപൂട്ടിയ ഹജർ ദ സ്റ്റോൺ ബോട്ടിക് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു MLA. ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള പിന്തുണ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് വണ്ടൂരിലെ ചുമട്ടുതൊഴിലാളികളുടെ നിരന്തര കൂലി വർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്ന് കാട്ടി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടി കച്ചവടം അവസാനിപ്പിച്ചത്. ജില്ലയിൽ പലയിടത്തും തങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടെന്നും ഏറ്റവും കൂടുതൽ ചുമട്ടുകൂലി നൽകുന്നത് വണ്ടൂരിലാണെന്നും ഇവിടെ തൊഴിലാളികൾ അമിതമായി കൂലി വർദ്ധിപ്പിച്ചതിനാൽ ഈ നിലയിൽ സ്ഥാപനം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നുമാണ് ഹജർ മാനേജർ ഫർസീൻ പറയുന്നത്. 2 മണിയോടെയാണ് MLA പാണ്ടിക്കാട് റോഡിലുള്ള സ്ഥാപനത്തിലെത്തിയത്. തുടർന്ന് ഉടമകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി വണ്ടൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാജർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ന് ഇവിടുത്തെ CITU തൊഴിലാളികളുടെ അമിതമായ കൂലി ആവശ്യപ്പെട്ട് ഈ സ്ഥാപനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ അടച്ചു പൂട്ടിക്കിടക്കേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുള്ളത്. കേരളം മുഴുവൻ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. ഏത് സംരംഭങ്ങളും ആരംഭിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറയുമ്പോൾ, ഇന്ന് നമുക്കറിയാം വ്യവസായങ്ങൾ എന്ന് പറയുന്ന ട്രേഡ് കൂടി കൂടുന്നതാണ് വ്യവസായം. ഇന്ന് വ്യവസായത്തിൻ്റെയും ട്രേഡിൻ്റെയും കണക്കെടുത്താണ് വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ ഇതിന് കീഴിൽ വരുന്ന ഈ സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഗവൺമെൻറ് സൃഷ്ടിച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, CITU തൊഴിലാളികളാണ് ഇത് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. കാരണം ഇതുമായി ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂലി ഇവിടുത്തെ ഈ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരു തൊഴിലാളി സംഘടന CITക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നൽകിയിട്ട് പോലും വീണ്ടും കൂടുതൽ കൂലി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമാവുമെന്നാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക വേണ്ടത്. വാക്കുകൊണ്ട് എല്ലാം സൗഹൃദമാണ് എന്ന് പറയല്ല, പ്രവൃത്തിയിൽ അത് സൗഹൃദമാണ് എന്നൊരു തോന്നൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുണ്ടാവണം. ഇവിടെ തൊഴിലാളികളുടെ ഒറ്റ സമ്മർദ്ദം കാരണം ഒരു സ്ഥാപനം പൂട്ടിയിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വ്യവസായ സൗഹൃദമായിട്ടാണ് നമ്മൾ പറയുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും CITU ഇത്തരം പ്രവണതകൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഇടപെടലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പിന്തുണ കൊടുക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണ്ടത്. തൊഴിലാളികൾ CITU ബാനർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു അധികാര സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. വളരെ പ്രയാസപ്പെട്ട് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് പഴയ കാലത്തെ പോലെയല്ല, ഇന്ന് കച്ചവടം വളരെ കുറവാണ് എല്ലാ സ്ഥാപനങ്ങളിലും. അപ്പോൾ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ അവിടെ അമിതക്കൂലി കൂടി ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇവിടെ നൽകണം, ഒരുക്കി കൊടുക്കണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും ഗവൺമെൻറ് ഭാഗത്ത് കൊടുക്കുകയാണ് വേണ്ടത്. പറയുന്ന വാക്കിനോട് നീതി പുലർത്തുന്നതാണെങ്കിൽ, വ്യവസായ സൗഹൃദം എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. സർക്കാർ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കാപ്പിൽ മുരളി, CP സിറാജ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല.
പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.